കഴിഞ്ഞതൊക്കെ നമുക്ക് കുഴിച്ചു മൂടിക്കളയാം. എപ്പോഴും പറയാനുള്ളതാ ഞാൻ. എന്നാലും ഇനി അങ്ങോട്ട് കുഴപ്പങ്ങളൊന്നുമില്ലാതെ നോക്കാൻ ഞാൻ. അത് തന്നെ എന്റെയും പ്രതീക്ഷ. ഇതൊക്കെ എന്തോന്നാ അമ്മേ? ഇതിപ്പോ കൈ ചേർത്ത് പിടിച്ചിട്ടല്ലേ ഉള്ളൂ. ഇതിനപ്പുറം കണ്ടവനായി ഈ മാണിക്കുഞ്ഞ്, അറിയോ? എന്നിട്ട് മാണിക്കുഞ്ഞിന് ഒരു കുലുക്കം ഉണ്ടായിട്ടില്ല അല്ലേ സാറേ? ഒന്നും മിണ്ടായിരിക്കും മാണിക്കുഞ്ഞ്. പറയാനുള്ളത് പറഞ്ഞു തീർക്കട്ടെ സാറേ. തുടങ്ങിയല്ലോ. അതെ, അത് വിട്. രണ്ടുപേരോടും എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താ അമ്മേ? നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താന്ന് രണ്ടുപേർക്കും മനസ്സിലായില്ലെങ്കിലേ ഒറ്റ അടിയാൻ വെച്ചേരും രണ്ടുപേർക്കും. അങ്ങനെ ആലോചിച്ചില്ലെങ്കിൽ അടി കിട്ടുന്ന കാര്യം എന്താ? എന്താ സാറേ? ഇത്ര ആലോചിക്കാനൊന്നുമില്ല. നിങ്ങളുടെ കല്യാണ വാർഷികോ ആണോ? എന്നിട്ട് അതെന്താ മറന്നുപോയത്? സാറേ, സാറിന് ഓർമ്മ ഉണ്ടായിരുന്നോ? ഗതമടം മാഡത്തിന് ഓർമ്മ ഉണ്ടായിരുന്നോ? എന്നിട്ട് താനെന്താ അത് എന്റെ അടുത്ത് ഓർമ്മപ്പെടുത്തായിരുന്നു? വിവാഹ വാർഷികം അങ്ങനെ ഒരാൾ ഓർമ്മിപ്പിച്ചിട്ടാണോ അറിയേണ്ടത്? ആ, അത് മോള് ചോദിച്ചത് കാര്യമാണ്. ജീവിതത്തില് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ദിവസം നീ എങ്ങനെയാണ് മറക്കുന്നേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. നിസ്സാര കാര്യങ്ങളാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ ഇടയിൽ ഈ ഒരു തീയതി ഓർത്തു വെക്കാനായിട്ട്. ശരി, ഇനിയിപ്പോ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്താ ചെയ്യേണ്ടത്? ആഘോഷിക്കണം. ചെറിയ രീതിയിലെങ്കിലും ആഘോഷിച്ചേ പറ്റൂ. അതെന്താ ചെറിയ രീതിയിലാക്കുന്നേ? നമുക്കൊക്കെ ഗംഭീരമായിട്ട് ആഘോഷിക്കാന്നേ. ഇപ്പൊ തന്നെ സിറ്റിയിൽ വിളിച്ചിട്ട് ഒരു ഹാള് ബുക്ക് ചെയ്യണം, ഒരു മേളം, നല്ല ഫുഡ്, പറ്റുമെങ്കിൽ പിള്ളേർ ഒരു ഡാൻസ്, പിന്നെ ഒരു ഗാനമേള. അല്ലേ സാറേ? എന്റെ മാണിക്കുഞ്ഞെ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് പറയുമ്പോ തന്നെ ഉടനെ അത് ലോകം മുഴുവൻ കൊട്ടിഘോഷിക്കുന്ന കാര്യം അല്ല പറയുന്നത്. ആഘോഷം എന്തായാലും അത് നമ്മളിൽ തന്നെ ഒതുങ്ങണം. മനസ്സിലായോ? നമ്മളിൽ ഒതുങ്ങണമെന്ന് പറഞ്ഞാ നമ്മളെല്ലാരും കൂടി ഇങ്ങനെ വട്ടം കൂടി നിൽക്കുന്നു, എന്നിട്ട് ഒരു കേക്ക് കട്ട് ചെയ്യുന്നു. അതിനിടയിൽ ആ നിർമ്മലമായും മോളും പിന്നെ ആ ഉദയമായും കൂടെ വന്നിട്ട് എന്തെങ്കിലും ഒരു ദുഷ്ടത കാണിക്കും. അതിനുശേഷം ഭക്ഷണം കഴിക്കും. ഇത്രയല്ലേ ഉള്ളൂ. ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്നല്ലേ ഞാൻ കരുതിയത്. തൽക്കാലേ അത്രയും വലിയ ചേഞ്ച് ഒന്നും വേണ്ട. ഗാഥമോൾ ഈ സമയത്ത് ഇവിടെ തന്നെ ഉണ്ടല്ലോ. അത് തന്നെയാ സത്യം പറഞ്ഞ ഏറ്റവും വലിയ ആഘോഷം. അത് കറക്റ്റ് അമ്മേ. കുറച്ചു ദിവസം രണ്ടുപേരും മാറി നിന്നെങ്കിലും വിവാഹ വാർഷികത്തിന് രണ്ടുപേരും ഒരുമിച്ചുണ്ടല്ലോ. എന്നാ പിന്നെ രണ്ടുപേരും കൂടെ ഒരു കാര്യം ചെയ്യേ. എത്ര ദിവസം തല്ലുകൂടണം, എത്ര ദിവസം മാറി നിൽക്കണം എന്നൊക്കെ ഒരു കലണ്ടർ തയ്യാറാക്കി വെക്ക്. അപ്പൊ പിന്നെ തെരഞ്ഞു നടക്കുന്നവർക്ക് അതൊരു എളുപ്പമാണല്ലോ. എന്താമ്മേ, കറക്റ്റ്? മാണിക്കുഞ്ഞിന്റെ ഉപദേശമല്ലേ? കലണ്ടർ അല്ല, അതിൽ കൂടുതൽ എന്ത് സംഭവിച്ചാലും എനിക്ക് അത്ഭുതമൊന്നുമില്ല. എന്തായാലും നമ്മൾ ഈ വിവാഹ വാർഷികം ആഘോഷിക്കുന്നു, അത് ഉറപ്പ്.